ഞങ്ങൾ കൂണ് നിറഞ്ഞു വന്നപ്പോൾ ദേ ആ കൂണ് മുഴുവൻ ഒരു ആമ തിന്നുന്നേക്കുന്നു. നോക്ക്, ഇതാ ആമയല്ലേ അല്ലേ മോളെ? അശ്വതി കുഞ്ഞനാമ എടുത്തേടിനെ നീ. നല്ല കൂണായിരുന്നു, വലിയൊരു കൂണായിരുന്നു. പക്ഷേ ആ കൂണിന് ഒരു ആമ ഇരുന്ന് തിന്നുന്നുണ്ടോ? ഇത് ആമ അല്ലേ? ആദ്യമായിട്ടാ കാട്ടിലൊരു ആമയെ കാണുന്നേ. ഇതിനാണ് നമ്മൾ കാട്ടാമ എന്ന് പറയുന്നത്. അരയാമയാണോ? ഇത് എന്നാമയായത്? ഇത് കാട്ടാമ. അയ്യോ, ആരുമില്ലേ ആമയ്ക്ക്? ആമ കടിക്കൂ? ആമയെ കടിക്കില്ലേ? നമുക്ക് ആമേനെയും കൂടി എടുത്താലോ? ആമനെ നീ എടുത്താൽ മതി. നോക്ക, ആമയെ കണ്ടോട്ടോ നിങ്ങൾ. പുഴുണ്ടോ? കണ്ടോ, ഈ ആമ ഈ കൂണിനെ തിന്നുമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നാരിയാമേ, ഞങ്ങളുടെ കൂടെ പോയിരുന്നോ? നമ്മളെ ഈ തേക്കലയിൽ ആമേനെ ഒന്ന് എടുത്തിയ മോളെ. ഈ ഇലയിൽ നമുക്ക് വണ്ടി വെച്ച് റിസ്ക് ആക്കണം അല്ലേ? എന്നാലും നമുക്ക് ആമയിൽ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. കടയിൽ ഞാനൊരു ആമയെ കണ്ടിട്ടില്ല. ഇത് ആമയല്ലയോ? വലിയ ഇലേനെ എടുക്കടി. ഇത് എനിക്ക് പേടിയാണ്. ഈ കൂണ് പിടിച്ചേ. നീ കൈ കൊണ്ട് എടുത്തോ, അതൊന്നും പറയൂല. ഇത് പിടിച്ചേ. ഇത് ആമയല്ലേ? ബാ പൊന്നെ പൊന്നാരെ. അത് പോവാണ്. അപ്പൊ ഇതിന്റെ അമ്മ കാണൂലേ? ഇതുണ്ടെങ്കിൽ ഇതിന്റെ അമ്മ എന്തായാലും കാണൂലേ? അയ്യോ, പിടിക്കില്ലേ മോളെ? പിടിച്ചു. പിടിക്ക കടിക്കൊന്നുമില്ല അത്. ആമ ആമ പിടിക്കണ എൻ്റെ തൊണ്ടില്, എൻ്റെ മുഖത്തല്ല പിടിക്കണ്ടേ. ആമ 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 മറച്ചിട്ടത്. ആമ മറച്ചിട്ടത്. ആമ ഒളിച്ചിക്കണു. സോറി ആമ, നിന്നെ ഇപ്പം തന്നെ വിടാം. ആമയുടെ കണ്ണ് രണ്ട് കണ്ണ് കഥകിൽ മറഞ്ഞു. എടി ഒന്ന് തൊട്ടേടി നെസി. വേർ ഹാൻഡ് വെച്ച് കണ്ട എന്തൊക്കെയാ നമുക്ക് കാട്ടുക. തിരിച്ചറി. അല്ല, കൂണ് തിന്നണേ ആമ. കൂണിനെ ഇവിടെ വെച്ചാൽ ഇതേ കൊതുകാണല്ലേ? കൂണിനെ ഇവിടെ വെച്ചാൽ നമ്മളെ ഈ കൂണ് ആമയ്ക്കുള്ളതാണ് കേട്ടോ. ആമ തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഈ കൂണ് കഴിക്കുന്നവരല്ലേ? നല്ല കൂണായിരുന്നു, പക്ഷേ അത് ആമ അത്രയും തിന്നു. അതുകൊണ്ട് ബാക്കി ഞാൻ ആമയ്ക്ക് കൊടുക്കും. ഇനി ഈ കാട്ടിൽ ആമേനെ വിട്ട് കൊടുത്തേക്ക്. മലന്നിളക്കുവാ. ആമ കൊഞ്ചി കിടക്കാണ്. കൊഞ്ചിച്ചേനസി എൻ്റെ പൊന്നാണിത്. എൻ്റെ ചക്കടി എണ്ണിങ്ങനെ കേൾക്കണേ. കൂണ് തരാട്ടോ, എൻ്റെ പൊന്നാടിക്ക് കൂണ് തരാട്ടോ. തൊട്ടാൻ പറ്റും? നീ കമഴ്ത്തിയിട്ടാ നീ പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മലത്തി പിടിച്ചേക്കുന്നത് കേട്ടോ. ഇതേ കൂണാണോ? ഇതേ നിൽക്കണേ. ഇതേ നോക്കോ, മരത്തിൻ്റെ ഒട്ടി നിൽക്കണ കൂണാണോ? കൂണാണേ. അച്ഛൻ എവിടെയാ? അയ്യോ, എൻ്റെ പൊന്നിനും വേറെ കൂട്ടുകാരുണ്ടോ കുഞ്ഞാ നിനക്കോ? ഇത് അവൻ അവിടെ തന്നെ വെച്ചേക്കാം. നിന്റെ അമ്മയുണ്ടോ കുഞ്ഞാ ഇവിടെ? നിനക്ക് അമ്മയുണ്ടോടാ? മഴ. റെയിൻകോട്ട് എടുത്തിട്ട് മോളെ. ഇപ്പം വഴി നന്നാണ്. നമ്മുടെ വന്ന വഴിയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഞാൻ ഉരുട്ടിയാണ് കൊണ്ടുവരുന്നത്. എനിക്കതൊരു ബാധ്യതയായി മാറി. അവിടെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അതുകൊണ്ടല്ല, പെട്രോൾ അടിക്കണം എന്ന് ഓർത്തിട്ട് അടിക്കാതെയും പോന്നു. ചിലപ്പം തിരിച്ചു എത്തുമായിരിക്കാം. എന്നാലും ഒരു പേടി. ഈ കാട്ടിൽ വനത്തിൻ്റെ ഉള്ളിൽ പെട്രോൾ ഇല്ലയെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഡിങ്കനുണ്ട് രക്ഷിക്കാൻ. അല്ല, പോകരുതെന്ന് പറഞ്ഞിട്ട് പെട്രോളൊന്നും കൊണ്ട് തരാമെന്ന് ചോദിച്ചാൽ വഴക്കറിയില്ലേ? അതുകൊണ്ട് ഞാൻ ആ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നടന്നു പോവുക. എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു അമ്പലം അവിടെ ഉണ്ട്. ആ അമ്പലം ഇവള് ഒരിക്കലും ആരുടെ മോൻ്റെ കൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പം അഷ്കുമൻ്റെ കൂടെ. അപ്പോൾ ഇവള് പറയുന്നത് ഇനി ദൂരം ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞ് ഇത്രയും നേരം വന്നിട്ട് കണ്ടില്ല. അണ്ണച്ചി വിളിച്ചിട്ടുണ്ട്. വഴിയൊന്ന് കാണിച്ചേ മോളെ. ഇനിയുള്ളതൊക്കെ മണ്ണു റോഡാട്ടോ. കുറേ പോകണ്ട നസീമ. നസിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. സോറി മനദേവതയ്ക്ക്. നസിയുടെ ബുദ്ധിമുട്ടൊക്കെ മാറി. നസി സ്മൂത്തായിട്ട് പോകണമെന്ന് നോക്കൂ. സ്മൂത്ത് ലൈക്ക് ബട്ടർ. വനദേവതേ പോവില്ലേ? ഞാനും വരുന്നു. മറുകയ റോഡാകുമ്പോൾ കുഴിയൊക്കെ കാണും മോളെ. ഇങ്ങോട്ട് പറ്റിയോ? കമോൺ വനദേവത, കമോൺ.
ദേവതയ്ക്ക് ഈ കുണ്ടും കുഴിയൊക്കെ പേടിയാ. നമ്മൾ പെട്രോൾ അപ്പം തീർന്നാലോ എന്ന് കരുതി വണ്ടി അവിടെ വെച്ചു. കാരണം ഈ കാട്ടിൽ ആരാ പെട്രോൾ തീർന്നാൽ ഇങ്ങോട്ടാരും കൊണ്ടു തന്നില്ലെങ്കിലോ എന്ന് കരുതി നമ്മൾ വണ്ടി ആ താഴെ വെച്ചിട്ട്. നിങ്ങൾ ആ റോഡ് കാണിച്ചു കൊടുത്തേ മോളെ. ഇങ്ങനെ കണ്ടോ ഈ റോഡ് ഇപ്പം കുറച്ചും കൂടി നല്ലതാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ മണ്ണൊന്നുമില്ല, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പം അത് നല്ലതാണ്. വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്ന വണ്ടി ഞങ്ങൾ ഉപേക്ഷിച്ചു. അതെ, ഞങ്ങൾക്ക് വണ്ടി ഒന്നും വേണ്ട. ഞങ്ങൾ ഞങ്ങൾ പുരാതന കാലത്തിലോട്ട് സഞ്ചരിച്ചു. നമ്മളെവിടെയോ ഒരു അമ്പലത്തിൽ വെള്ളം ചാടുന്ന വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തെത്തി, ചപ്പാത്തെത്തി. അതാ സൗണ്ട് കേട്ടതല്ലേ. ഇത് നമ്മൾ അപ്പച്ചത്താണ് അമ്പലം. ഒരമ്പലം കാണണമെന്ന് ഇവള് പറഞ്ഞു. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നേ, ഈ വെള്ളൂർക്കൂപ്പിൻ്റെ കാട്ടിൻ്റെ ഉള്ളിലെ അമ്പലം. അപ്പം നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു ചപ്പാത്ത് കഴിഞ്ഞാണ് അമ്പലം എന്നാണേ പറഞ്ഞേ. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളം ചാടുന്ന. അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യെസ്, ബാക്ക് ടു കുണ്ടപ്പൽ. വെള്ളാരങ്ങളാണെന്ന് പറഞ്ഞു. മനുഷ്യ നിർമ്മിതമാണ് ഇതൊക്കെ. ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞത് കണ്ടോ, ചാക്കുകളൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ എവിടെയോ വെള്ളം ചാടുന്നുണ്ട് കണ്ടോ. കുറച്ച് നല്ല റോഡ്, കുറച്ച് കൊള്ളില്ലാത്ത റോഡ്, കുണ്ടും കുഴിയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡിസൈൻ. ഇനി ഒരാഴ്ചത്തെ ഞങ്ങൾക്ക് ജിമ്മിൽ പോകണ്ട. ഒരു ദിവസത്തെ അല്ല, ഒരാഴ്ചത്തേക്കുള്ളൊരു ദിവസത്തെ. ഓ മൈ ഗോഡ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കിളികളുടെ കളകളാരവം. യെസ്, കളകളാരവം. പുഴയാണ് കളകളാരവം. കിളികളുടെ ചെറുപ്പ് മർമരം. മർമരം അത് വൃക്ഷത്തിൻ്റെ മർമരം. പുഴയുടെ കളകളാരവം. കിളികളുടെ ചിലക്കൽ. കിളിയുടെ ചിലക്കൽ. മരങ്ങളുടെ മർമരം. പുഴയുടെ എന്താ കളകളാരവം. 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 ഓക്കെ, ഒന്നും കൂടെ. യെസ്, പുഴയുടെ പുഴയുടെ കളരാരവം. കളകളാരവം. കളകളാരവം. കിളികളുടെ ചിലക്കൽ. കിളിയുടെ ചിലചെരാരവം. മരങ്ങളുടെ മരമരാരവം. മൊത്തം ഇവിടെ സൗണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പൂക്കുട്ടി ആവട്ടെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മാനം മേലെ താരങ്ങൾ നിങ്ങൾ ഇവിടെ കൂണുണ്ടോ നോക്കൂട്ടോ. അതാട്ടോ നമ്മുടെ പ്രൈമറി. ഞങ്ങളുടെ ഡാഡി ഗിരിജി ഇപ്പം വിളിച്ചു, ഞങ്ങളുടെ ആവലാതി പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു. ചിലപ്പം റേഞ്ച് ഇല്ലാത്തതിൻ്റെ ആയിരിക്കാം എന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. വീട്ടിൽ ചിലപ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഇനി ഞങ്ങളുടെ ഡിങ്കൻ പറന്ന് വരുമോ? കണ്ടോ, ഇതാണ് അറ്റൻഷൻ ഇല്ലാത്ത കുട്ടി. കൂണല്ലേ, വലിയ രണ്ട് കൂണല്ലേ? വലിയ രണ്ട് കൂണോ? ആണോ? നമ്മുടെ രണ്ട് കണ്ണുകൂടി. ഏത്? ആ വെള്ളയോ? നെസി എന്നെ കൂണിന് വേണ്ടി ക്യാച്ച് പിടിക്കണോട്ടെ നെസി. എൻ്റെ കയ്യിൽ ക്യാമറയാ. കൂണൊക്കെ നോക്കാനായിട്ട് മലപ്പുറത്ത് കയറുക. മലപ്പുറത്ത് അല്ലെങ്കിൽ ചടുപുടിയെന്ന് തിരികെ വരണം. അല്ലല്ലോ. ഓ, ആ ചെറുതിൻ്റെ താഴെ നോക്കടിയാ, കവുങ്ങിൻ്റെ ചവിട്ടില്ല. ആ രണ്ട് വെള്ള എന്നാന്നൊന്ന് പറയാവേ. ഇലയാണോ? ഞാൻ പറയണേ എന്നാന്ന് നിനക്ക് മനസ്സിലായോ? അത് അത് എന്നാ വാ ചേട്ടാ. നനഞ്ഞ ചെരുപ്പും നനഞ്ഞ മണ്ണും ഇറങ്ങാൻ നല്ല സുഖമാണ്. നല്ല സുഖമാണ്. സൂക്ഷിച്ച് ഉറപ്പുള്ളതൊന്നും ദൈവി നിൽക്കണേ. ഈ സൈഡിൽ നിൽക്കണേ ഇത് ഉറപ്പുള്ളതാ. അതെ, പിടിക്ക. അങ്ങനെ സ്ക്രാച്ച് അല്ലല്ലോ. ഓ, കമോൺ ബേബി, കമോൺ.
ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അതോ അങ്ങനെ ഒരു വെള്ളക്കൂണ് നിൽക്കണം. ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് പറിക്കാതെ പോവുക ഞങ്ങൾ. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോളൂ.